ഉള്ള പാരിതോഷികമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് മെയിൽ ഓറിയന്റഡ് ആയിട്ടാണോ ചില കാര്യങ്ങൾ ഖുർആനിൽ പറയുന്നത് സ്വർഗത്തെ പറ്റി? അതായത് ഒന്ന് ഞാൻ ഇപ്പൊ കേട്ടത് ഹദീസാണോ അത് സത്യമാണോ എന്നറിയില്ല. ഇങ്ങനെ ചോദിച്ചപ്പോ അള്ളാഹുവാണെ സത്യം, റസൂൽ പറഞ്ഞു എന്ന് പറഞ്ഞ വേറൊരു സുഹൃത്ത്, അവൻ പ്രഭാതത്തിൽ ഒന്നിലധികം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടും എന്ന് പറയുന്നു. അതുപോലെ ഈ പറഞ്ഞ വക്കവായിബ അതുറാബ എന്ന് പറയുന്നത്, ഇങ്ങനെ പറയുമ്പോൾ പുരുഷന് അധിഷ്ഠിതമായിട്ടാണോ സ്വർഗത്തിലെ കാര്യങ്ങൾ വ്യവസ്ഥിതി ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് സംശയം. സ്വർഗത്തിൽ പുരുഷാധിപത്യമാണോ എന്നാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണയായി ക്രൈസ്തവ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മിഷണറിമാരെല്ലാം ഒരു ബൂമറാങ്ങായിട്ട് ഇസ്ലാമിന് നേരെ തൊടുത്തുവിടുകയും എന്നാൽ അവരുടെ തലയിൽ തന്നെ തിരിച്ച് നന്നായിട്ട് ഇടിച്ചു വീഴുകയും ചെയ്യുന്ന പോയിന്റുകളിൽപ്പെട്ട ഒന്നാണിത്. യഥാർത്ഥത്തിൽ എന്താണ് സ്വർഗം എന്നും ആ സ്വർഗത്തിൻ്റെ തലം എന്താണ് എന്നും നമ്മൾ മറ്റു വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്നും ഒന്നും മനസ്സിലാക്കാതെയുള്ള വാദമാണ് ഈ പറയുന്നത്. ഇവിടെ എൻ്റെ സുഹൃത്തിനെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകത്ത് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ഇവർ അംഗീകരിക്കുന്ന തിന്മകൾ ചെയ്തു. ഇവരെല്ലാവരും അംഗീകരിക്കുന്ന മദ്യം ഉണ്ടാക്കുക, വിൽക്കുക, ഇതെല്ലാം തെറ്റാണ് എന്നെല്ലാവരും പറയും. മദ്യം ഉണ്ടാക്കുകയും ആളുകൾക്ക് കൊടുക്കുകയും ലഹരി പിടിപ്പിക്കുകയും എല്ലാം ചെയ്തയാളായിട്ട് ക്രിസ്തുവിനെ അവതരിപ്പിക്കും. അവിടെ ഇത് ഒന്നുകിൽ ക്രിസ്തു നിങ്ങൾ പറഞ്ഞ തിന്മ ചെയ്തയാളാണ്, അതല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടതാണ്. ഇത് രണ്ടാലൊന്നേ ആകൂ. ക്രിസ്തു ഈ പറഞ്ഞ തിന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ലോകത്തിന് മാതൃകയാക്കാൻ കൊള്ളൂല എന്നുറപ്പ്. ഞാൻ വിശ്വസിക്കുന്നു ക്രിസ്തു അത്യുന്നതനായ വ്യക്തിത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ടതാണ് എന്ന്. ഇത് ഭൂമിയിലെ കൃത്യമായ ധാർമ്മികമായ അളവുകോലുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. സ്വർഗലോകത്ത് ഇണകളുണ്ട്. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നു, ഹദീസുകൾ വ്യക്തമാക്കി പറയുന്നു, ബൈബിളും അക്കാര്യത്തിൽ സൂചനകൾ നൽകുന്നു. എന്നാൽ ഈ ഇണകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം ചെയ്തു കൊടുക്കുന്ന ഇണകളാണ്, വിവാഹിതരായ ഇണകളാണ്. ക്രിസ്ത്യാനി വിചാരിച്ചതുപോലെ ഉള്ള വ്യഭിചാരാലയമല്ല അവിടെ. എത്ര ഇണകളുണ്ടെങ്കിലും അത് വിവാഹം ചെയ്തു കൊടുക്കുന്ന ഇണകളാണ്, അവർക്കർഹരായ ഇണകളാണെന്നർത്ഥം. ഇത് പുരുഷന്മാർക്ക് മാത്രമാണോ? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, അമൻ യഅമൽ മിനസ്വാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻത വഹുവ മുഅ്മിനുൻ ഉലൈക യദ്ഖുലൂനൽ ജന്നത വലാ യുദ്ലമൂന നഖീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 124-ാമത്തെ വചനം. ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ അവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് സ്വർഗപ്രവേശമുണ്ട്. അവർക്കിടയിൽ യാതൊരു രൂപത്തിലുമുള്ള വിവേചനമുണ്ടാവുകയില്ല. വലാ യുദ്ലമൂന നഖീറ, ഒരു ചെറിയ വിവേചനം പോലും അവർക്കിടയിൽ ചെയ്യൂല. ആണെന്നുള്ള നിലക്കൊരു പ്രത്യേക പരിഗണന, പെണ്ണെന്നുള്ള നിലക്കൊരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ഇല്ല. സ്വർഗത്തിൽ അങ്ങനെ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്വർഗത്തെക്കുറിച്ചുള്ള വിവരണങ്ങളിൽ ഒരു മെയിൽ ഓറിയൻറ്റേഷൻ തോന്നുന്നത്? അത് മെയിലിന് തോന്നുന്ന ഓറിയൻറ്റേഷനാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായും ഖുർആൻ അഭിസംബോധന ചെയ്യുന്നത് അഭിസംബോധിതരുടെ മനഃശാസ്ത്രം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാറ്റമുണ്ടാക്കാനാണ്. ഇവിടെ ലൈംഗികത എന്നുള്ളത് ഒരു പരീക്ഷണമാകുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ പുരുഷനാണ്. കുറച്ചുകൂടി ക്ലിയറായിട്ട് പറയാം. യഥാർത്ഥത്തിൽ ലൈംഗികത എന്നത് ഉത്തേജനത്തിലൂടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അഥവാ ശരീരം ലൈംഗികമായി ഉത്തേജിക്കപ്പെട്ടത് കഴിഞ്ഞതിന് ശേഷമാണ് ലൈംഗിക ബന്ധം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പെണ്ണിന് ശരീരം ഉത്തേജിപ്പിക്കപ്പെടണമെങ്കിൽ അവൾക്കിഷ്ടപ്പെട്ട ഒരു പുരുഷൻ അവളുടെ കാതിൽ ശൃംഗരിക്കുകയോ അവളെ സ്പർശിക്കുകയോ ചെയ്യണം. ഒന്നാമത് ഇഷ്ടപ്പെടണം, ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ ശൃംഗാരമുണ്ടാകണം, അല്ലെങ്കിൽ സ്പർശം നടക്കണം. അപ്പോഴാണ് പെണ്ണ് ശാരീരികമായി ഉത്തേജിതമാവുക. എന്നാൽ പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ്റെ പെൺ ശരീരം അവനക്ക് ഇഷ്ടം വേണ്ട, പിന്നെ അവൻ്റെ മനസ്സിൽ ഏതെങ്കിലും രൂപത്തിലുള്ള വിചാരം വേണ്ട, മുൻധാരണ വേണ്ട, ഒന്നും വേണ്ട. പെൺ ശരീരം കണ്ടാൽ തന്നെ പുരുഷ ശരീരം ഉത്തേജിതമാകും. അതുകൊണ്ടാണ് പെണ്ണിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നതിലെല്ലാം പുരുഷന്മാർ പ്രതികളായിത്തീരുന്നത്.
ശരീരത്തിൻ്റെ നഗ്നത, അർദ്ധനഗ്നത എല്ലാം പുരുഷ ശരീരത്തെ ഉത്തേജിതമാക്കും. എന്തുകൊണ്ട്? പുരുഷന് കാഴ്ചയാണ് ഉത്തേജനത്തിൻ്റെ പ്രഥമ സ്ഥലം, പെണ്ണിന് കേൾവിയാണ് പ്രഥമ സ്ഥലം, സ്പർശമാണ് രണ്ടാമത്തെ സ്ഥലം. പെണ്ണുങ്ങൾക്ക് മനസ്സിലാകാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, പെണ്ണിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ ശൃംഗരിച്ചുകൊണ്ട് ശരീരത്തിൽ തലോടുമ്പോൾ എന്ത് സംഭവിക്കുന്നുവോ അത് പുരുഷ ശരീരത്തിൽ ഒരു പെണ്ണിൻ്റെ നഗ്നതയോ അർദ്ധനഗ്നതയോ കാണുകയും അത് ആഗ്രഹം തോന്നുകയും ചെയ്താൽ അതെല്ലാം പുരുഷ ശരീരത്തിൽ സംഭവിക്കും എന്നർത്ഥം. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ച എന്നുള്ളത് പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൻ ഈ കാഴ്ച എപ്പോഴും അനുഭവിക്കേണ്ടി വരും എന്നതുകൊണ്ടാണ്. അവൻ ഈ കാഴ്ച എന്നുള്ളത് എപ്പോഴും അനുഭവിക്കേണ്ടത്. അവൻ പുറത്തു പോകുമ്പോൾ, അവൻ ഓഫീസിൽ പോകുമ്പോൾ, അവൻ യാത്ര ചെയ്യുമ്പോൾ എല്ലാം ഇത് അനുഭവിച്ചു കൊണ്ടേയിരിക്കേണ്ടതാണ്. അപ്പോൾ അവനോട് പടച്ചോൻ പറയാണ്, നീ അനുഭവിക്കരുത്, പൂട്ടണം നിൻ്റെ കണ്ണ്, നീ ആഗ്രഹിക്കരുത്, നിൻ്റെ മനസ്സിൽ ആഗ്രഹം വരരുത്, നീ നിൻ്റെ കണ്ണ് താഴ്ത്തണം, നീ അങ്ങോട്ട് നോക്കരുത്, നിൻ്റെ മനസ്സ് കൺട്രോൾ ചെയ്യണം. ഇതിങ്ങനെ പറയുമ്പോൾ തീർച്ചയായും അവിടെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിധിവിലക്കുകൾ പാലിക്കുവാൻ അതിന് തത്തുല്യമായ പ്രതിഫലത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവിടെയാണ് ഹൂർലിങ്ങളെക്കുറിച്ചുള്ള സ്വർഗ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പ്രസക്തമാകുന്നത്. സ്വർഗ സ്ത്രീകളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ്. അറബികളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയിൽ കവായിബ അത്റാബ എന്ന് പറഞ്ഞാൽ, മാറിടം തുളത്ത സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമാണ്. കാർക്കൂന്തൽ എന്നല്ല നമ്മൾ പറയലില്ലേ മലയാളത്തിൽ, സൗന്ദര്യത്തിൻ്റെ ഒരു ലക്ഷണമായി. ഇതേപോലെയുള്ള അറബിയിലുള്ളൊരു പ്രയോഗമാണത്. അത് അറബിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വർഗത്തിലുണ്ട്, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് നോക്കിക്കൂടാ എന്ന് പറയാനാ. പെണ്ണിനോട് ഇതിന് പകരം എന്താ പറയേണ്ടത്? ഫീമെയിൽ ഓറിയൻറ്റേഷൻ ആക്കാലോ. എന്താ പറയേണ്ടത്? ആണിൻ്റെ ഏത് അവയവത്തെക്കുറിച്ചാണ് പറയേണ്ടത്? അല്ലെങ്കിൽ ആണിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് വിശദീകരിക്കേണ്ടത്? യഥാർത്ഥത്തിൽ അത്തരം ഒരു സ്വർഗപുരുഷനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇപ്പോൾ സാധാരണ പുരുഷ സൗന്ദര്യം എന്നെല്ലാം പറയാറുള്ളത് എന്താണ്? തടിമിടുക്കും ശരീരത്തിലെ മസിൽസും കാര്യമെല്ലാണ്. ഇത് ഒരു പെൺ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എൻ്റെ സദസ്സിൽ എൻ്റെ മുന്നിലിരിക്കുന്ന പുരുഷന്മാരാണല്ലോ. പെൺ സൗന്ദര്യം എന്ന് പറയുമ്പോൾ ഒരു സൗന്ദര്യ മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടിയ ഒരു പെണ്ണിൻ്റെ ചിത്രം നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും ഉണ്ടാക്കുന്നത് ആ നോട്ടം അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ടല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഏത് വിചാരമാണ് ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റം എന്താണ് എന്ന് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതേ സംഭവം സൗന്ദര്യ മത്സരത്തിൽ മിസ്റ്റർ വേൾഡ് ആയ ഒരാളുടെ ചിത്രം പെണ്ണിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചാൽ അവൾ ചിലപ്പം കാർക്കിച്ചു തുപ്പുള്ളൂ. കാരണം അവളെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു പ്രാധാന്യമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗ സ്ത്രീകളെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ട്. പുരുഷന് സൗന്ദര്യം എന്നത് ഒരു പരീക്ഷണമായതുകൊണ്ട്. എന്നാൽ പെണ്ണിനോട് പ്രത്യേകം പടച്ചോൻ പറഞ്ഞു, എന്താണോ നിനക്ക് ആവശ്യം അതവിടെ ഉണ്ട്, എന്താ നിനക്കാവശ്യം അതവിടെയുണ്ട്, നിന്നോടൊരു വിവേചനമില്ല, നിനക്കെന്താവശ്യം എന്നത് അവിടെയുണ്ട് എന്ന് പറയുന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. അതുകൂടി മനസ്സിലാക്കണം. പെണ്ണിന് പുരുഷനെ പോലെ എല്ലാ കാര്യങ്ങളും കോമൺ അല്ല, പല കാര്യങ്ങളും കോമൺ അല്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം താല്പര്യങ്ങൾ, ഇഷ്ടങ്ങൾ, ശാരീരികമായി തന്നെയുള്ള ഇഷ്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രിയകൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിന് ഒരു പേഴ്സണൽ ആയി തന്നെയുള്ള ഒരു സംസാരമാണ് ഖുർആൻ നടത്തുന്നത്. മറ്റേതാണെങ്കിലോ ജനറലൈസ്ഡ് ആണ്, പുരുഷൻ്റേത് അത് പരീക്ഷണമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യം പറഞ്ഞതാണ്. അത് മെയിൽ ഓറിയൻറ്റേഷനോ ഫീമെയിൽ ഓറിയൻറ്റേഷനോ ഇല്ല ഖുർആനിലൊരു പ്രയോഗത്തിനും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സബാഹ്, സ്വദേശം പൊന്നാനി. ഖുർആൻ സമ്പൂർണ്ണമാണ് എന്നാണ് എല്ലാ മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത്. എന്നാൽ ഹദീസിൻ്റെ സഹായത്തോടു കൂടിയേ ഖുർആൻ വിശദീകരിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയാറ്. അപ്പോൾ അത് ഖുർആൻ്റെ സമ്പൂർണ്ണതയ്ക്ക് ഹദീസില്ലെങ്കിൽ ഖുർആനിന് നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അത് പരിപൂർണമല്ല എന്നുള്ളൊരു സന്ദേശം അതിലുണ്ടോ എന്ന് വിശദീകരിക്കാമോ? ഖുർആൻ സമ്പൂർണ്ണമാണെന്ന് പറയുമ്പോൾ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിലൂടെയാണ് ഹദീസിലൂടെയാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഖുർആൻ്റെ സമ്പൂർണ്ണതയ്ക്ക് ഇടിവ് പറ്റുന്നില്ലേ എന്നാണ് സബാഹിൻ്റെ ചോദ്യം. യഥാർത്ഥത്തിൽ എന്താണ് വസ്തുത? ഖുർആൻ ജീവിക്കുന്നൊരു ഗ്രന്ഥമാണ്. ജീവിക്കുന്ന ഗ്രന്ഥം എന്നുള്ള നിലക്ക് ആ ഗ്രന്ഥത്തിൽ ഓരോ വിധിവിലക്കുകളും ആ വിധിവിലക്കുകൾ സ്പന്ദിക്കുന്നതാണ്. വെറുതെ നീ വ്യഭിചരിക്കരുത് എന്ന് പറയല്ല.
ആ ഓരോ സ്പന്ദം നമുക്ക് മനസ്സിലാവുക അത് നിലനിന്ന സമൂഹത്തിൻ്റെ ആ സമയത്തെ സ്പന്ദം കൂടി മനസ്സിലാക്കുമ്പോഴാണ്. അതാണ് ഖുർആൻ്റെ സവിശേഷത. ഖുർആൻ ജീവിക്കുന്ന ഗ്രന്ഥമാണെന്ന് ഞാൻ പറഞ്ഞത് 23 വർഷക്കാലഘട്ടത്തിലുള്ള പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ട വിധിവിലക്കുകൾ. ആ വിധിവിലക്കുകൾ അവതരിപ്പിക്കപ്പെടുന്നതിനനുസരിച്ച് എങ്ങനെ ആ സമൂഹം മാറി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ആ വിധിവിലക്കുകൾ നമുക്ക് ആ വിധിവിലക്കുകൾ പ്രായോഗികമായി തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാകൂ. ഈ പ്രായോഗികതയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ആ പ്രായോഗികത ഖുർആനിനെ മനസ്സിലാക്കാൻ വേണ്ടതുണ്ട് എന്ന് പറയുന്നത് ഖുർആൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ്, ഖുർആനിൻ്റെ പ്രയോഗവൽക്കരണത്തിനാണ്. ഖുർആനിൽ നമസ്കരിക്കാൻ പറഞ്ഞു, എങ്ങനെ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു. ഖുർആനിൽ തന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് കൂടി. അപ്പോൾ പ്രവാചകൻ അനുസരിക്കണമെന്നത് ഖുർആനിൻ്റെ തന്നെ താല്പര്യമാണ്, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ ഖുർആനിനെ പറഞ്ഞ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്നുള്ളത് പ്രയോഗവൽക്കരിക്കുക മാത്രമാണ് സുന്നത്തിലൂടെ ഹദീസുകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സുന്നത്ത് ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിന് അനിവാര്യമാണ് എന്ന് പറയുന്നത് ഏതൊരാളുടെ നാവിലൂടെയാണോ ഖുർആൻ കേട്ടത് അയാൾ അതിനെ ആ വചനങ്ങളെ എങ്ങനെ പ്രയോഗവൽക്കരിച്ചു എന്നറിയുന്നതിനാണ്. ഞാൻ പറഞ്ഞല്ലോ നമസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, എങ്ങനെ നമസ്കരിക്കണം. സക്കാത്ത് കൊടുക്കണമെന്ന് ഖുർആൻ പറഞ്ഞു, എത്ര സക്കാത്ത് കൊടുക്കണം, എന്തിനൊക്കെ കൊടുക്കണം, എപ്പോഴൊക്കെ കൊടുക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. എന്നാൽ ഖുർആനിലെ സന്ദേശങ്ങൾക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ല എന്നാണോ അതിനർത്ഥം? ഒരിക്കലുമല്ല. ഖുർആനിലെ സന്ദേശങ്ങളുടെ വ്യാപ്തിയും പ്രയോഗവൽക്കരണവും പഠിക്കുവാൻ സുന്നത്ത് വേണം എന്നാണ് പറയുന്നത്. ഖുർആനിലെ വചനങ്ങൾക്ക് തന്നെ സ്വയം നിലനിൽപ്പുണ്ട്. സത്യാന്വേഷികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ ഖുർആനിലെ വചനങ്ങൾ പര്യാപ്തമാണ്. ആ മാർഗദർശനത്തിൻ്റെ ഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണം എന്നുള്ള ഖുർആനിലെ പരാമർശങ്ങൾ കൂടി എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സെയ്ഫ്. ഇവിടെ മുസ്തഫ തൻവീർ തൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നു ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ രീതിയിൽ തന്നെ ഇന്നും നിലനിൽക്കുന്നുവെന്നു. മാത്രമല്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഖുർആൻ്റെ വെളിച്ചത്തിലുള്ള അള്ളാഹുവിൻ്റെ അവകാശവാദം ഇവിടെ പറഞ്ഞിരുന്നു. എന്നാൽ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും അതിൻ്റെ ക്രോഡീകരണ കാലഘട്ടത്തിൽ ഖുർആൻ ആദ്യമായിട്ട് എഴുതപ്പെട്ട ഏതാനും രേഖകൾ നശിപ്പിക്കപ്പെടുകയുണ്ടായിരുന്നു. അതുപോലെ ഒറിജിനൽ നശിപ്പിക്കപ്പെട്ട അഥവാ മാനുസ്ക്രിപ്റ്റ് നശിപ്പിക്കപ്പെട്ട ആ ഖുർആൻ ഇന്നും അതേപടി നിലനിൽക്കുന്നുണ്ടെന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട്? ഖുർആൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അത് അതേപോലെ ഇന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നാണ് സഹോദരൻ്റെ ചോദ്യം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഖുർആൻ്റെ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടുള്ള വളരെ വിശദമായൊരു പഠനം നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കാൻ നിങ്ങൾ ആ പുസ്തകത്തെ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ രേഖപ്പെടുത്തപ്പെട്ട രേഖകൾ എന്ന് പറയുന്നത് അതാരും നശിപ്പിച്ചതല്ല, അത് സ്വാഭാവികമായും ഇല്ലാതെയായി പോയതാണ്. നശിപ്പിച്ച രേഖകളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഖുർആൻ അള്ളാഹു രേഖപ്പെടുത്തിയ രേഖകൾ നശിച്ചിട്ടേ ഇല്ലതാനും. ഖുർആൻ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഖുർആനാണ്, പാരായണം ചെയ്യപ്പെടുന്നതാണ്. പാരായണം ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടതും പാരായണം ചെയ്യപ്പെടുന്ന രൂപത്തിലാണ്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് ആധിയുണ്ടായത് എന്തുകൊണ്ടാണ്? ഖുർആൻ പാരായണക്കാർ മരണപ്പെടുന്നു, ആ മരണപ്പെടുമ്പോൾ ഖുർആൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ആധി പറയുന്നു. അങ്ങനെയാണല്ലോ രേഖീകരണം ആദ്യം തുടങ്ങുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു ഖുർആൻ സംരക്ഷിച്ചത് രേഖീകരണത്തിലൂടെയല്ല, രേഖീകരണത്തിലൂടെയും സംരക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ സംരക്ഷിച്ചത് വായനയിലൂടെയാണ്. നിങ്ങൾ നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഖുർആൻ പല രൂപത്തിൽ കേട്ട ആളുകൾ, വ്യത്യസ്ത വായനയിലൂടെ കേട്ട ആളുകൾ. ഖുർആന് 10 തരം വായനകളുണ്ട്. ഈ 10 തരം വായനകൾ മുത്തവാത്തിറാണ്, അഥവാ പ്രവാചകനിൽ നിന്ന് കേട്ട ഒരുപാട് ആളുകൾ കേട്ടതാണ്. ഒരേ ആയത്തിന് തന്നെ വ്യത്യസ്ത വായനകൾ ഉണ്ടാകും, വായനാ രീതികൾ. അതുകൊണ്ടാണ് വ്യത്യസ്ത ഖിറാഅത്തുകൾ നമ്മൾക്ക് തോന്നുന്നത്, പല സ്ഥലങ്ങളിലുള്ള ഖിറാഅത്തുകൾ വ്യത്യാസം തോന്നുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ വായനകളെല്ലാം കേട്ട ആളുകൾ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നും ഈ 10 മുത്തവാത്തിർ ആയിട്ടുള്ള ഖിറാഅത്തുകളിലും തലമുറകളായി കൃത്യമായി സംപ്രേഷണം ചെയ്തു വന്ന് ഇജാസ കിട്ടിയ അഥവാ പഠിപ്പിക്കുവാൻ ഉള്ള
നിർദ്ദേശം അല്ലെങ്കിൽ സമ്മതം ലഭിച്ച, ഗുരുവിൽ നിന്ന് തന്നെ സമ്മതം ലഭിച്ച ഒരുപാട് ആളുകൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ പറയുന്നത് ആ സമ്മതം കിട്ടുക എന്ന് പറഞ്ഞാൽ കേവലം ഹിഫ്ളാക്കലല്ല, മറിച്ച് ഓരോ വായനയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ട് അടുത്ത തലമുറക്ക് കൊടുത്ത് അതിൻ്റെ അടുത്ത തലമുറക്ക് കൊടുത്ത് ആ സനതടക്കം എവിടുന്ന് കിട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തുന്നതടക്കമുള്ള കൃത്യമായുള്ള ഇജാസയുള്ള, ഈ 10 റീഡിങ്ങിനും ഇജാസയുള്ള ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ട്. ഞാൻ പറയുന്നത് അതുകൂടാതെ തന്നെ ഹിഫ്ള് എന്നുള്ളത് ലോകത്തെല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പോൾ ഇതന്നെ പ്രോഗ്രാം ഹിഫ്ളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടിയാണല്ലോ. മുസ്ലിങ്ങൾ എക്കാലഘട്ടത്തിലും പരിശുദ്ധ ഖുർആനിനെ സംരക്ഷിച്ചിട്ടുള്ളത് അള്ളാഹു തീരുമാനിച്ചതുപോലെ തന്നെ ഹിഫ്ളിലൂടെയാണ്, കാണാപ്പാടത്തിലൂടെയാണ്. അത് ആ സംരക്ഷണം എന്നും നിലനിൽക്കുകയും ചെയ്യും. അതൊരിക്കലും നഷ്ടപ്പെടുകയില്ല. ആരെന്ത് വിചാരിച്ചാലും ലോകത്തിലെ എല്ലാ ഖുർആൻ കോപ്പികളും ഇന്ന് രാത്രിയാകുമ്പോഴേക്ക് നശിപ്പിക്കണമെന്ന് ഏതെങ്കിലും ഒരു ഏകഛത്രാധിപതി തീരുമാനിച്ചാൽ, ഇന്ന് രാത്രി 12 മണിക്ക് എല്ലാ കോപ്പികളും നശിപ്പിച്ചു എന്ന് തീരുമാനിച്ചാലും ലോകത്തെല്ലായിടത്തുള്ള മുസ്ലിങ്ങളുടെ അടുത്ത് ഖുർആൻ ഉണ്ടാവില്ലേ? ഖുർആൻ ഉണ്ടാകും. എവിടെ ഉണ്ടാകും? മനസ്സിലുണ്ടാകും. ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ പരിശുദ്ധ ഖുർആൻ കാണാതെ അറിയുന്നവരായിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലാണുള്ളത്. അവർക്കെല്ലാം ഒരേ ഖുർആൻ തന്നെ അറിയാം. അവർ നിമിഷങ്ങൾക്കുള്ളിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ഖുർആൻ സംരക്ഷിച്ചു പോന്നിട്ടുള്ളത്. ഇനി ഖുർആൻ്റെ കയ്യെഴുത്ത് രേഖകൾ. ഖുർആൻ്റെ കയ്യെഴുത്ത് രേഖകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ കയ്യെഴുത്ത് രേഖകളുണ്ട്. ആ രേഖകൾ പല സ്ഥലത്തും പല ആളുകളുടെയും പേഴ്സണലായിട്ടുള്ള സാധനമായിരുന്നു. എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ എഴുതി വെച്ച ഖുർആനിലെ ആയത്തുകളെ പോലെയാണത്. ആ ആയത്തുകൾ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണം റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ട ഹദീസുകളിൽ എഴുതി വെച്ചേക്കും. കാരണം ഇത് അറിയാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടി. ഇങ്ങനെ എഴുതി വെച്ച പേഴ്സണൽ രേഖകൾ, ആ രേഖകൾ പലരുടെ കയ്യിലുണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ഒരുമിച്ച് കൂട്ടി ഒറ്റ ഗ്രന്ഥമാക്കാൻ തീരുമാനിച്ചത്. ആ ഗ്രന്ഥം പിന്നീട് അന്നത്തെ ഗ്രന്ഥം ഉണ്ടാക്കലാണ്, 14 നൂറ്റാണ്ട് മുമ്പത്തതാണ്. ആ ഒരു അവസ്ഥ അനുസരിച്ച് പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഗ്രന്ഥം നഷ്ടപ്പെട്ടു എന്നല്ല. ആ ഗ്രന്ഥത്തിൻ്റെ കോപ്പിയാണ് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് എടുത്തത്. അത് കുറച്ചുകൂടി കൃത്യമായി അന്നത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ അനുസരിച്ച്, ഖുറൈശി ഉച്ചാരണ രീതി അനുസരിച്ചുള്ള കോപ്പിയെടുക്കൽ. ആ കോപ്പിയെടുക്കലെല്ലാം സ്വീകരിച്ച നിലപാട് കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ അത്ഭുതം തോന്നുക. ഇതെല്ലാം എത്രയോ കാലം കഴിഞ്ഞിട്ടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം കഴിഞ്ഞിട്ട് 3 വർഷത്തിൻ്റെ ഉള്ളിലാണ് ആദ്യമായുള്ള ഖുർആൻ കോപ്പി ഉണ്ടാവുന്നത്. 20 വർഷത്തിൻ്റെ ഉള്ളിലാണ് രണ്ടാമത്തെ ഖുർആൻ കോപ്പി ഉണ്ടാവുന്നത്. അന്ന് ആരൊക്കെയുണ്ട്? സ്വഹാബിമാരിൽ മിക്കവരും ജീവിച്ചിരിപ്പുണ്ട്. അവരിൽ ആരും പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു വചനം എഴുതി ചേർത്തു എന്നാരും പറഞ്ഞിട്ടില്ല. ഉണ്ടാകേണ്ട ഏതെങ്കിലും ഒരു വചനം എടുത്തു മാറ്റിയെന്നും ആരും പറഞ്ഞിട്ടില്ല. 1,00,000-ലധികം സ്വഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഈ ഖുർആനിൻ്റെ 2 കോപ്പികളും നിർമ്മിക്കപ്പെട്ടത്. ആ രണ്ടാമതായി നിർമ്മിക്കപ്പെട്ട കോപ്പി അഥവാ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കോപ്പിയുടെ അവശിഷ്ടങ്ങൾ ഇന്ന് പല മ്യൂസിയങ്ങളിലും ഉണ്ട് താനും. 20 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തൊരു ഗ്രന്ഥത്തിനും എഴുത്തിൽ പോലും സ്ക്രിപ്ചറിൽ പോലും അവകാശപ്പെടാൻ സാധ്യമല്ലാത്തതാണിത്. ബൈബിളിന് ഒരുപാട് സ്ക്രിപ്ചർസ് ഉണ്ട്. പക്ഷെ എന്നുള്ളതാ? ബൈബിൾ എഴുതി ഒരുപാട് നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. മാനുസ്ക്രിപ്റ്റ്സ് ഒരുപാടുണ്ട്. പക്ഷേ ഖുർആൻ്റെ തന്നെ 20 കൊല്ലത്തിനകത്തുള്ള മാനുസ്ക്രിപ്റ്റ് ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം കഴിഞ്ഞിട്ട്. ആ മാനുസ്ക്രിപ്റ്റ് ഇന്നും പരിശോധിച്ചാൽ ഇന്നത്തെ ഖുർആനുമായി യാതൊരു വ്യത്യാസമില്ല. ഇതാണ് അത്ഭുതകരമായ കാര്യം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ